കണ്ടില്ലേ, ആന വന്ന് അടുത്ത് വിട്ടുകിട്ടും. എന്തായാലും നഷ്ടം വെള്ളയ്ക്ക് തന്നെ ആയിരിക്കും. ഈ സ്ക്വയർ അറ്റാക്കിലേക്ക് ചെയ്യാനാണ്. പക്ഷെ പുള്ളിക്ക് ജസ്റ്റ് പാളിപ്പോയി. നൈറ്റിന് പകരം ഇവിടെ ഒരു മന്ത്രിയെ കൊണ്ട് വെച്ചിട്ട് മന്ത്രിയെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ചെക്ക് വിളിച്ച് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും പുള്ളി ഒന്നും അറിയില്ല, പുള്ളി വെട്ടിയില്ല. പുള്ളി എൻ്റെ റൂക്കിനെ പിടിക്കാനുള്ള പരിപാടി കേട്ടോ. എന്തിനാ ചുമ്മാ റിസ്ക് എടുക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഇടുപ്പ് എടുത്തില്ല. അവിടെ ഇങ്ങനെ ഒന്നൊന്നും എടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ മൂവ്മെന്റ് ആണ്. എടുത്തു. ഓർക്കണ്ടേ, ഒരു ആനയെ കൊണ്ടുവന്ന ഒരു വിലങ്ങിട്ടേക്കുന്ന കണ്ടോ. ഇതാണ് ചെസ്സിന്റെ മനോഹാരിത. ഇത് തന്നെയാണ് ചെസ്സ് കളിക്കാൻ വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, കമന്റ് അടിക്കുക. കണ്ടോ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു അട വെക്കത്തില്ല. വെച്ചാൽ എന്നെ വിട്ട്. മറിച്ച് എൻ്റെ കിങ്ങിനെ അവിടുന്ന് മാറ്റി എനിക്ക് കാസ്ലിങ്ങിനുള്ള സംഭവം, ഇവിടെ ഒരു ചാൻസ് എനിക്ക് കാസ്ലിങ്ങിന് വേണ്ടി വെച്ചിരുന്നതാണ്. കണ്ടോ, അതെന്തായാലും നശിച്ചു പോയി. അതെന്തായാലും ഒക്കത്തില്ല. എന്തായാലും മലയാളികളുടെ സ്വന്തം ചെസ് മല്ലുവിലേക്ക് സ്വാഗതം. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു വലിയ സീരീസ് തന്നെ ചെയ്യുകയാണ്. 10 ദിവസത്തേക്ക് 10 ഡേ ചലഞ്ച്. 10 ദിവസം കൊണ്ട് ഓരോ കളിയും നമ്മൾ കാണുക. നിങ്ങൾ ഈ കളി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അതായത് ഈ ചെസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ അംഗമാകുക. അപ്പം നമ്മൾ 10 കളിയുമായിട്ടാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ കളിയാണിത്. ഇന്ന് നമ്മൾ E4 ആണ്. നമ്മുടെ എതിരാളികൾ E4 നീക്കിക്കൊണ്ടാണ് നമ്മൾ തുടക്കത്തേക്കുന്നത്. E4 കളുടെ വക E4 വന്നിട്ടുണ്ട്. നൈസ്. നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നു. E5. ആഹാ, അന്തസ്. E4 നീക്കിയാൽ E5. അവിടെ ചവിട്ടി. പക്ഷെ അവൻ കുതിരയെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആദ്യത്തെ കളി നമ്മൾ ജയിച്ചോട്ട്. നീ നമ്മൾ തോപ്പിക്കാതെ ആദ്യത്തെ കളിയെ നമ്മൾ ജയിച്ചോട്ട്. 10 ദിവസത്തെ കളിയാണ്. 10 ദിവസവും ജയിക്കാനാണ് നോക്കുന്നത്. നൈറ്റിനെ കൊണ്ട് വന്നിട്ടുണ്ട്. നൈറ്റ് F3. ഇതിനെ പറയുന്ന പേരുണ്ട്, അറിയാമോ? അറിയുന്നവർ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കമന്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ പറയാം. കിങ്സ് പോൺ ഓപ്പണിന്റെ കിങ്സ് നൈറ്റ് വേരിയേഷൻ ആണിത്. അപ്പൊ അറിയാത്തവർ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. കിങ്സ് നൈറ്റിന്റെ വേരിയേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നൈറ്റിനെ വെച്ച് ചാമ്പി. അവിടുന്ന് നൈറ്റ് വന്നു, നമ്മൾ നൈറ്റ് വന്നു. പുള്ളി എന്ന് വിചാരിക്കും, നീ എന്തോ എന്നെ കോപ്പി അടിക്കുന്നോ? കോപ്പിടിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടല്ലോ. നമ്മൾ D6 കളിച്ചു. അവർ ബിഷപ്പിനെ ഇറക്കിയിട്ടുണ്ട്. അറ്റാക്ക് നല്ല അവരുടെ മൂവ്മെന്റ് കേട്ടാ. ഈ സ്ക്വയർ അറ്റാക്കിലേക്ക് ചെയ്യാനാണ്. പക്ഷെ പുള്ളിക്ക് ജസ്റ്റ് പാളിപ്പോയി. നൈറ്റിന് പകരം ഇവിടെ ഒരു മന്ത്രിയെ കൊണ്ട് വെച്ചിട്ട് മന്ത്രിയെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ചെക്ക് വിളിച്ച് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും പുള്ളി നൈറ്റ് കൊണ്ടുവന്നിട്ട് നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞ് ആവട്ടെ. എന്തായാലും D3 കളിച്ചു പുള്ളി. കണ്ട, നല്ല വെൽ പ്ലാൻഡ് കളി കേട്ടോ. വെൽ പ്ലാൻഡ് കളി കണ്ട പുള്ളി. ഇതെന്തുവരെ ഇങ്ങനല്ല, സോറി. കറക്റ്റ് ഉണ്ട്. ഈ ഒരു മൂവ്മെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മന്ത്രിക്കെതിരെ ചെക്ക് വിളിക്കുക, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. മന്ത്രിക്കെതിരെയുള്ള അറ്റാക്ക് കൊടുക്കാൻ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് ബിഷപ്പിനെ ഇറക്കി നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. നൈറ്റിനെ എടുക്കും കേട്ടോ. നമ്മളെ സ്ഥിരം മൂവ്മെന്റ്, എല്ലാ വീഡിയോയും കാണുന്നവർക്ക് അറിയാം, ഇത് സ്ഥിരം മൂവ്മെന്റ് ആണ്. നൈറ്റിനെതിരെ അറ്റാക്ക്. നമ്മുടെ ബിഷപ്പിനെയും കൊണ്ട്, ആനയെ കൊണ്ട് കുതിരയുടെ നട്ടല്ലൊടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കുതിര എത്തിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് വേറൊരു പ്ലാൻ ഇട്ടാലോ? സ്ഥിരം നൈറ്റിനെ എടുത്ത് നൈറ്റിനെതിരെ വേറൊരു അറ്റാക്കും ഉണ്ട്. നൈറ്റിനെ വെച്ച് ഒന്ന് അറ്റാക്ക് ചെയ്യാണ്. പുള്ളിക്കാരൻ വെട്ടാതെ വിടുമോ എന്നറിയത്തില്ല. ഇങ്ങനെ വെട്ടാതെ വിടാൻ ചാൻസ് കുറവാണ്. വെട്ടാതെ വിട്ടാൽ പൊന്നു മോനെ കൊള്ളാം. എന്തായാലും വെട്ടി. മിടുക്കൻ. എന്തായാലും റൂക്കിന്റെ ആണ്ട് ഈ ലൈൻ സൂപ്പറായിട്ട് തുറന്നു കാണാം. റൂക്കിന് സ്വതന്ത്രനായിട്ട് മത്സരിക്കും. അത് സ്വതന്ത്രനായിട്ട് ഓടി കളിക്കും. എന്തായാലും അതവിടെ നിൽക്കിട്ട് എന്തായാലും നമ്മൾ നൈറ്റിനെ കൊടുക്കുന്നു. നൈറ്റിനെ എടുക്കും. നൈറ്റിനെ കൊടുത്തു, നൈറ്റിനെ എടുത്തു. നൈറ്റിനെ ഇനി നമുക്ക് 2 രീതിയിലായിരിക്കും അവർ എടുക്കുന്നത്. ഒന്നുകിൽ ആളെ കൊണ്ടുവച്ച് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയെ കൊണ്ടുവന്ന് എടുക്കുമായിരിക്കും. ഏതാണ് പുള്ളിക്കാരൻ ചൂസ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മന്ത്രിയെ കൊണ്ടുവന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മന്ത്രി നമ്മുടെ അറ്റാക്കിംഗ് മോഡിലോട്ട് വരുന്നതായിരിക്കും അതിൻ്റെ ഒരു നല്ലൊരു മൂവ്മെന്റ്. അതാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതിന്റെ കമന്റുകളൊക്കെ വളരെ കുറവാട്ടോ. കമന്റ് ആകെ വരുന്നത് തെറിവിളി മാത്രം. നിങ്ങൾക്ക് മലയാള ഭാഷ അറിയെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ മാന്യമായി കമന്റ് ചെയ്യുക. അപ്പം ഈ 10 വീഡിയോയും
10 വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. 10 വീഡിയോയിൽ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് വട്ടം മൂന്നാമത്തെ വട്ടമൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറഞ്ഞ് മുഷിപ്പ് ഉണ്ടാക്കിപ്പിക്കില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് കൗണ്ട് വളരെ കുറവാണ്. പിന്നെ അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ദെൻ നൈറ്റിനെ എടുത്തു. നൈറ്റിനെ അല്ലെങ്കിൽ കയറ്റി വിടരുത്. ഞാൻ മോനെ ദിനേശ ചെക്കും കൂടെ ആയിരുന്നു കേട്ടോ. എന്തിനാ ചുമ്മാ റിസ്ക് എടുക്കുന്നത്? എന്തായാലും ഇങ്ങനെ ഒരു എടുപ്പ് എടുത്തില്ല. അവിടെ ഇങ്ങനെ ഒന്നൊന്നും എടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ മൂവ്മെന്റ് ആണ്. എടുത്തു. ഡേഞ്ചറസ് കണ്ടോ? ഡേഞ്ചർ കണ്ട ചെക്ക് മേറ്റ്. ഇതാണ് അടുത്ത മൂവ്മെന്റ്. ഇതിവിടെ ഞാൻ ശ്രദ്ധിക്കാതെ വേറെ എന്തെങ്കിലും ചെയ്യുമോ നോക്കാം. സോറി, ഞാൻ ആദ്യമേ പോയി. അങ്ങനെ നോക്കിയാലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൂവ്മെന്റ് ചെക്ക് മേറ്റ് ആണ്. ഞാൻ വിചാരിക്കുന്ന മന്ത്രി അങ്ങ് ഇറക്കാം. മന്ത്രി ഇറക്കി, ചെക്ക് മേറ്റ് ആണ്. മന്ത്രി ഇങ്ങോട്ടൊക്കെ ഇറക്കിയ രക്ഷയുണ്ട്, എന്നാലും അങ്ങോട്ട് ഇറക്കത്തില്ലല്ലോ. ഇതിന് വായിൽ വെച്ച് കൊടുക്കത്തില്ലല്ലോ. ഈ മന്ത്രിയുടെ വായിൽ കൊണ്ട് വെക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ വെക്കത്തില്ല. പിന്നെ അടുത്ത് ഇവിടെ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യുമായിരിക്കും. എന്നിട്ട് ക്യാസ്ലിൻ ചെയ്യാനുള്ള അങ്ങനെയും വഴിയുണ്ടായിരുന്നു, ക്യാസ്ലിൻ ചെയ്യായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ബിഷപ്പിനെ ഓട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നു. പുള്ളി എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മുടെ എതിരാളിയായ പുള്ളി ഇവിടെ ചെയ്യുന്നത് ഇതാണെങ്കിൽ ബ്ലണ്ടർ ആയിരിക്കും. അങ്ങനെ ഒരു മൂവ്മെന്റിൽ ചാൻസ് ഇല്ല. കാരണം എന്തായാലും മന്ത്രിയെ കൊണ്ട് വെട്ടത്തില്ലെന്നറിയാം. വെട്ടിയാൽ അടുത്ത ആൾ വെട്ടും. അതേ പക്ഷേ ഇത് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ എന്തായാലും മന്ത്രിയെ കൊണ്ട് വെട്ടത്തില്ലല്ലോ, ഉറപ്പാണേ. അത്രയും മണ്ടത്തരം നമ്മൾ കാണിക്കത്തില്ല. നമ്മൾ എതിരാളി അങ്ങനെ വിചാരിക്കുമായിരിക്കും. അങ്ങനെ ചെയ്താൽ തന്നെ വേറൊരു മൂവ്മെന്റ് അവിടെ നടന്നാൽ ചെക്ക് മേറ്റ്, പഴയ പോലെ നമ്മുടെ അറ്റാക്ക് ചെക്ക് മേറ്റിലോട്ട് പോകും. കാരണം അങ്ങനൊരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. എന്തായാലും മിടുക്കനാണ് പുള്ളി, പൊളിയാണ്, പവറാണ്. നമ്മുടെ എര അടിപൊളിയാണ്. അറ്റാക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എടുക്കത്തില്ല, ഉറപ്പിച്ചു. എനിക്ക് അടുത്ത എൻ്റെ മണ്ടത്തരം, നമ്മൾ കളിയുടെ അല്ല നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മണ്ടത്തരത്തിലൂടെ എങ്ങനെ ജയിക്കാമെന്ന് റിസർച്ച് ചെയ്യുമല്ലേ. നമ്മൾ റിസർച്ച് ഒന്നുമല്ല ചെയ്യുന്നതെല്ലാം മണ്ടത്തരം ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു മാത്രം. എന്തായാലും നൈറ്റിനെ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഈ ഒരു കളം നമ്മളിന്ന് കൺട്രോളിൽ പിടിക്കാൻ നോക്കിയതാ. പക്ഷെ എനിക്ക് പാളിച്ച പറ്റി. കണ്ടോ, ഈ ബിഷപ്പിന്റെ ഈ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു ചാൻസ് അത്, രണ്ടാമത്തെ റൂക്ക് വന്നിട്ട് ചാൻസ് 2. ഈ 2 അതിനകത്ത് ഞാനാണെങ്കിൽ ബിഷപ്പ് വെച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇത്തരം ആൾ വെച്ചോ അവരെ ഇറക്കുന്ന ഏതായാലും അവരെ ഒന്നിനെ നമ്മൾ വെട്ടിയിരിക്കും. വെട്ടവിടെ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കും, നമ്മളോട് ആ കളി. പക്ഷേ അങ്ങനെ വരുവാണെങ്കിൽ റൂക്കിനെ കളയാതെ ബിഷപ്പിനെ കളയാനാണ് ഞാൻ അവിടെ ഉള്ളത് എങ്കിൽ ചെയ്യുന്നത്. എന്താ പുള്ളി വെട്ടിയില്ല, എന്താണ് ഉദ്ദേശം എന്നറിയില്ല. പുള്ളി വെട്ടിയില്ല. പുള്ളി എൻ്റെ റൂക്കിനെ പിടിക്കാനുള്ള പരിപാടി കേട്ടോ. എൻ്റെ റൂക്കിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ തേരിനെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. തേരിനെ വിട്ടുകൊടുത്തിട്ടൊരു കാര്യവുമില്ല. പക്ഷെ അങ്ങനെ ഒരു വണ്ടൻ മൂവ്മെന്റ് ആണ് തോന്നുന്നു. കാരണം ഈ ഒരു ലൈൻ തന്നെ നിന്ന് ഒരു കുറച്ചു നേരം കൂടെ വിശ്രമിച്ചിട്ട് എനിക്കൊരു അബദ്ധം കാണിക്കുന്ന സമയത്ത് കയറി അറ്റാക്ക് ചെയ്ത് തോപ്പിക്കാവുന്നതായിരുന്നു ചാൻസ് കൂടുതൽ. പക്ഷെ അങ്ങനെ എന്തായാലും ചെയ്തില്ല. എന്തായാലും റൂക്കിനെ കൊണ്ട് വന്നില്ല. റൂക്കിനെ നമ്മൾ അപ്പൊ വീഡിയോ ഇത്ര നേരം കണ്ടെടുത്ത് അവസാനം വരെ കാണുക കേട്ടോ. ബോറടിക്കുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ബോറിംഗ് ആണ്, കുറച്ച് ലാഗാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മളൊന്ന് സ്പീഡാക്കാം. അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക, നമ്മൾ സ്പീഡ് കുറയ്ക്കാം. എന്തായാലും ജസ്റ്റ് നമ്മൾ ഓരോ മൂവ്മെന്റിനും പതുക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഏത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെടുന്നെങ്കിൽ. ഓക്കെ, അടുത്ത ബിഷപ്പിനെ എന്തായാലും പുള്ളി മാറ്റും. ഇങ്ങോട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇവിടെ മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മാറ്റിയൊന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഒരു ചെക്ക് അങ്ങോട്ട് വിളിക്കാം. ആഹാ, ഞാനെന്ത് പുള്ളിക്ക് വേണ്ടി കളിക്കുമെന്ന്. പുള്ളി ആയിരുന്നെങ്കിൽ, എതിരാളി ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കളിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു മൂവ്മെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതിനെ ഇഷ്ടമല്ലാതെ, ഈ മൂവ്മെന്റ് ഇഷ്ടപ്പെട്ടില്ല, ഈ മൂവ്മെന്റ് എന്തൊരു മണ്ട മൂവ്മെന്റ് ആണെന്നൊക്കെ തോന്നുന്നവർ ഈ കളി കാണുന്നത്, ലെജൻസ് കാണും ഈ കളി കാണുന്നത്. പക്ഷെ നമ്മൾ ടൈമും കൂടെ നോക്കണം. അയ്യോ, ടൈം നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്
47 സെക്കൻഡ് പുള്ളിക്കൊണ്ട്, എനിക്ക് വെറും 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. 10 സെക്കൻഡ് കളി തീർക്കണം. അപ്പോൾ ഈ കളി നമ്മൾ തോറ്റിട്ടുണ്ട്. ഞാൻ സാധാരണ 1 മിനിറ്റ് കളിയാണ് കളിക്കുന്നത്. എന്തായാലും ഈ ഒരു 10 ദിവസത്തേക്ക്, ഈ 10 ദിവസത്തെ കളിയിലേക്ക് നമ്മൾ 1 മിനിറ്റിൻ്റെ കളിയായിരിക്കും കളിക്കുന്നത്. എങ്ങനെ ജയസാധ്യത ഉണ്ടോ തോൽവിയാണോ എന്നെല്ലാം നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ മൂവ്മെൻ്റ് ആയിരിക്കും അടുത്തത്. യെസ്, അത് തന്നെയാണ് അടുത്തത്. അല്ലാതെ ഇങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇടയ്ക്ക് മന്ത്രി കയറ്റാം. വേറെ ഒരു ചാൻസും ഇല്ല. ഒരു ആനയെ കൊണ്ടുവന്നുള്ളൊരു പവർ കണ്ടേ, ഒരു ആനയെ കൊണ്ടുവന്ന ഒരു ബലം ഇട്ടേക്കുന്ന കണ്ടോ. ഇതാണ് ചെസ്സിൻ്റെ മനോഹാരിത. ഇത് തന്നെയാണ് ചെസ്സ് കളിക്കാൻ, വീണ്ടും വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കമൻറ്റ് അടിക്കുക. കണ്ടോ, ഇവിടെ ഞാൻ ഇങ്ങനൊരു അട വെക്കത്തില്ല, വെച്ചാൽ എന്നെ വിട്ട്. മറിച്ച് എൻ്റെ കിങ്ങിനെ അവിടുന്ന് മാറ്റി എനിക്ക് കാസ്ലിങ്ങിനുള്ള സംഭവം, ഇവിടെ ഒരു ചാൻസ് എനിക്ക് കാസ്ലിങ്ങിന് വേണ്ടി വെച്ചിരുന്നതാണ്. കണ്ടോ, അതെന്തായാലും നശിച്ചു പോയി. അതെന്തായാലും ഒക്കത്തില്ല. എന്തായാലും ഇങ്ങോട്ട് മാറ്റാം. അതാണ് ഒരു നല്ല മൂവ്. എന്തായാലും മാറ്റിയിട്ടുണ്ട്. അടുത്ത പുള്ളിയുടെ മൂവ്മെന്റ് എന്താകും? ഓ കണ്ടോ, എന്തായാലും ടൈം ഔട്ടായി, ഞാൻ തോറ്റു. പക്ഷെ ഈ ഒരു മൂവ്മെന്റ് കണ്ടോ, ഈ ഒരു മൂവ്മെന്റ് പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്തോ അറിയില്ല. എന്തായാലും ചെക്കായിരുന്നു. ചെക്ക് മാറ്റിയായിരുന്നെങ്കിൽ എൻ്റെ കിങ് പോവും. പക്ഷേ ഇതിനിടയ്ക്കാണ് ഇവിടെ ആൾക്കാരെ കയറ്റാൻ പറ്റും. ഇങ്ങനെ കയറ്റിയാൽ അവിടെ ഒരു വെട്ട് നടക്കും. കുറച്ചധികം ചാൻസ് പുള്ളിക്കുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ നമ്മുടെ അവിടെ ഒരു വെട്ട് നടന്നാൽ പിന്നെ ചാൻസ് ഇല്ലേ, അത് നമുക്ക് നോക്കണമല്ലേ. ഇങ്ങനെ വന്നു, ചെക്ക് വന്നു, ഇങ്ങോട്ട് നീക്കുമ്പം വെട്ടാതെ പകരം ഇങ്ങനത്തെ കളി കളിച്ചാലും മതി. നൈറ്റിനെ എടുക്കാം, അതെടുക്കാതെ നൈറ്റിനെ എടുത്താലും മതി. നൈറ്റിനെ എടുത്താലും ചാൻസ് ഉണ്ട് കേട്ടോ. നൈറ്റിനെ എടുത്താൽ ഇവൻ വന്ന് അവിടെ വെട്ടാം. അവൻ വരുമ്പോൾ റൂക്കിനെ കൊണ്ടുവന്ന് അടുത്ത വെട്ടാം. ആനയുണ്ടല്ലേ, ആന വന്ന് അടുത്ത വെട്ടും. എന്തായാലും നഷ്ടം വെള്ളയ്ക്ക് തന്നെ ആയിരിക്കും. എന്തായാലും ടൈം ഔട്ടായി നമ്മൾ തോറ്റിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം ഡേ 1 ആദ്യത്തെ കളി തന്നെ നമ്മൾ അടപടെല്ലാം തോറ്റിട്ടുണ്ട്. രണ്ടാമത്തെ കളിയുമായി നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് അടിച്ച് കാത്തിരിക്കുക. സബ്സ്ക്രൈബ് അടിച്ച് കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.